നമസ്കാരം. തലസ്ഥാനത്തെ ആമയിഴഞ്ചാൻ തോടിലെ റെയിൽവേ മാൻഹോളിൽ ഒരാൾ കൂടി വീണുപോയി എന്നൊരു സംശയം ഉണ്ടായിരിക്കുകയാണ്. ജോയി എന്ന ശുചീകരണ തൊഴിലാളി റെയിൽവേ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങിയ അപകടത്തിൽപ്പെട്ട സന്ദർഭത്തിൽ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന തലസ്ഥാനത്തെ എംപിയെ കാണാനില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് നയിച്ചത് നമ്മുടെ തലസ്ഥാനത്തെ എം പി ആയിരുന്നു. ആ എം പി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇനിയിപ്പോ മാൻഹോളിൽ വീണോ എന്നൊരു സംശയം ഉണ്ടായിരിക്കുകയാണ്. കാര്യം കാണാനും ഇല്ല, വിവരവും ഇല്ല, ഒരു അറിവും ഇല്ല. ഉടനടി തന്നെ നഗരസഭയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ റെയിൽവേയുടെ മാൻഹോളിലേക്ക് വീണ്ടും നമ്മുടെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിനെയും ആ റോബോട്ടിക് സംവിധാനവും ഒപ്പം എല്ലാ രക്ഷാ ദൗത്യ സേനയെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഒരു വ്യക്തി ഇങ്ങനെ കാണാനില്ല എന്ന് തോന്നുമ്പോൾ ആ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ പെട്ടെന്ന് കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ സാധ്യതയെ കാണാനുള്ളൂ. ആ മാൻഹോളിനകത്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ അതേപടി ഉണ്ട്. പക്ഷെ ഒരാളെ കാണാനില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വാഭാവികമായിട്ടും ആ മാൻഹോളിൽ മിസ്സിംഗ് ആവാനാണ് കാര്യം. അപ്പോ റെയിൽവേ അധികൃതർ ഇത് അറിയാൻ വഴിയില്ല. അപ്പോ ഉടനടി തന്നെ നഗരസഭയിൽ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകണം. അല്ലാതെ ഇങ്ങനെ ഒരാൾ എങ്ങോട്ട് പോകാനാണ്? അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എം പി ആണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകേണ്ട വ്യക്തിയാണ്. അപ്പോ ഫേസ്ബുക്കിൽ തന്നെ ഈ അപകടമുണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വിമർശനം വന്നിരുന്നു. നഗരസഭയാണ് ഇതിനുള്ള കാരണം എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇതിനെ വിലയിരുത്തി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് പിന്നീട് ജോയി എന്ന ശുചീകരണ തൊഴിലാളിയുടെ മൃതദേഹം ഇതിനകത്ത് നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് അതുവരെ ചിത്രത്തിൽ ഉണ്ടായിരുന്ന എം പിയാണ് കാണാതായിട്ടുള്ളത്. കാണാതായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ്? ഒന്നുകിൽ വീട്ടിൽ കാണണം, അല്ലെങ്കിൽ എം പി ഓഫീസിൽ കാണണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണണം. ഇങ്ങനെ ഒന്നും കാണാത്ത ഒരാൾ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തതായി സംശയിക്കേണ്ടത് എന്തായിരിക്കും? ഈ മാൻഹോളിനകത്ത് വീണു പോയിട്ടായിട്ടൊരു സംശയം ഉണ്ടായിരിക്കുകയാണ്. കാര്യം ഇനിയിപ്പോ ആ പ്ലാസ്റ്റിക്കിന്റെ ഇടയിൽ എങ്ങാനും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഉടനടി നമ്മുടെ എം പിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നാട്ടുകാർക്ക് കൊടുക്കണമെന്ന് നഗരസഭയോട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഒരു വിശ്വ പൗരനാണ്, ചെറിയ ആളല്ല. നമ്മളങ്ങനെ ഒരാളെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ല. ഇത്രയും വലിയ കാര്യങ്ങൾ, കാര്യം ആ രക്ഷാദൗത്യം നടക്കുന്നതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ അപ്പൊ തോന്നി എന്തെല്ലാം കാര്യങ്ങൾ. കാര്യം ഈ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ഈ വേസ്റ്റ് കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടുന്ന ആ വ്യക്തി കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച വ്യക്തി പിന്നീട് കാണാതായെങ്കിൽ ഒറ്റ സാധ്യതയേ ഉള്ളൂ, ഈ മാൻഹോളിനകത്തങ്ങാണ്ട് കാല് വഴുതി വീണുപോയി അതിനകത്തങ്ങാണ്ട് ഇപ്പോൾ കിടക്കുകയാണ്. 2-3 ദിവസമായി ആഹാരം കിട്ടാതെയും വെള്ളം കിട്ടാതെയും കിടക്കുകയാണ്. ഉടനടി നഗരസഭ ഈ കാര്യം വളരെ ഗൗരവതരമായി എടുത്ത് ഒന്നുകൂടി ആ ടണൽ മുഴുവൻ അരിച്ചു പറക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇങ്ങനെ ഒരു എം പിയെ നമുക്ക് ആവശ്യമുണ്ട്. വിശ്വ പൗരനാണ്. വിശ്വ പൗരനാകുമ്പോൾ നമുക്ക് എന്താണ്, ഈ നാടിന് ഒരു വലിയ തണലാകേണ്ട വ്യക്തിയാണ്. ബാഴ്സലോണ നഗരമാക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 4ാമത്തെ വർഷം ഇത് ബാഴ്സലോണ നഗരം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഇടയിലേക്ക് അദ്ദേഹം കാൽവഴുതി വീണുപോയത്. ഇനിയിപ്പോ അവിടെ കിടന്ന് അദ്ദേഹത്തിന് നുള്ളിപ്പറക്കി അത് എന്തായാലും കൈ അഴയ്ക്കുന്ന ഒരു സാഹചര്യം എത്തിക്കാണും. ഇനിയിപ്പോ വെള്ളവും മറ്റേ ആഹാരവും കിട്ടാതെ തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കാണും. അതുകൊണ്ട് നഗരസഭ ഉടനടി ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ അല്ലെങ്കിൽ സ്കൂബ ടീമിനെ കൂടെ ഒന്നുകൂടി ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ട്. ആ ഒരു ജീവൻ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. കാണാതായ നമ്മൾ നോക്കാതിരിക്കാൻ പാടില്ല. വിമർശനങ്ങൾ ഒരുപാട് നഗരസഭയ്ക്കെതിരെയൊക്കെ ഉണ്ടാകുമെങ്കിലും ആ വിമർശനങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പൂമാലയായിട്ട് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എം പിക്ക് വേണ്ടി ഒരു ഊർജിതമായ തെരച്ചിൽ ആ മാൻഹോളിനുള്ളിൽ നടത്തണം. ആ ജീവൻ വിലപ്പെട്ടതാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് കരുതിക്കൊണ്ട് നമ്മൾ പരിശോധിക്കാതെയോ അല്ലെങ്കിൽ തെരച്ചിൽ നടത്താതിരിക്കരുത്. തെരച്ചിൽ നടത്തിയേ മതിയാകൂ. രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന എം പി നമ്മുടെ രമേശ് നാരായൺജി പറഞ്ഞ പോലെ പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയായിരുന്നു. എങ്ങോട്ട് ഡിസപ്പിയർ ആവാൻ ഒരു സാധ്യതയേ ഉള്ളൂ. കാൽവഴുതി മാൻഹോളിനകത്ത് പോയി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഊർജിത ശ്രമം നടത്തണമെന്ന് മാത്രം നഗരസഭയോടും മേയറോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.